ഇപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരോടൊരു കാര്യം പറയാനായിട്ട്, നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മളിപ്പോഴും പൊതുവെ നമ്മൾ ഹിന്ദുക്കളെക്കുറിച്ച് ഒരു വീഡിയോ, ഒരു പോസ്റ്റ് ഇടുകയോ, നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മളുടെ ഓരോരുത്തരുടെയും പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിജിയെക്കുറിച്ചൊരു പോസ്റ്റ് ഇടുകയോ, നമ്മുടെ രാജ്യത്തിനെക്കുറിച്ച് നല്ല പോസ്റ്റ് ഇടുകയോ ചെയ്താൽ നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മളുടെ പ്രധാനമന്ത്രി, നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ഓരോ ഇന്ത്യക്കാരൻ്റെയും പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യം, നമ്മൾ ജനിച്ചു വളർന്ന രാജ്യം, പിന്നെ ഹിന്ദുക്കളെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ, ഹിന്ദുക്കളെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഇടുമ്പോഴോ, പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടുന്നത്, കമൻ്റ് ഇട്ട് മെഴുകുന്ന കമൻ്റോളികൾ എത്ര നികൃഷ്ടമായിട്ടാണ് കമൻ്റ് ഇടുന്നത്, എത്ര വൃത്തികെട്ട കമൻ്റാണ് ഇടുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിനെയോ നമ്മുടെ മതത്തിനെയോ നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ചോ നമ്മൾ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറയുക, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അല്ലെങ്കിൽ ഇപ്പം ചുരുക്കം ഈയിടെ ഓണത്തിന് ഇത്ര പ്രശ്നങ്ങൾ ഇവരിങ്ങനെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഒരു പ്രത്യേക ആളുകൾ ഓണം ആഘോഷിക്കല്ലെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓണത്തിന് നമ്മൾ ഹിന്ദുക്കളുടെ കടയിൽ നിന്ന് പരമാവധി സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക, അവർ ചെറിയ കടക്കാർ കടം വാങ്ങിയാണ് സാധനങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്നത് എന്നൊരു പോസ്റ്റ് ഞാനിട്ടു. അതിൻ്റെ താഴെ ഒരു സമാധാനക്കാരനിട്ട കാര്യമാണ്, ചാണകം തിന്നുന്ന വായും കൊണ്ട് വായിൽ കൂടെ തൂറല്ലടേ എന്ന് വെച്ചാൽ നമ്മൾ ചാണകം വായിക്കൂടെ തിന്നിട്ട് ആ വായിക്കൂടെ തൂറല്ലെന്ന്. അപ്പോൾ ഞാനൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇതുവരെ ചാണകം തിന്നിട്ടില്ല, ബീഫും അങ്ങനെ ഒരു കഴിക്കുന്ന ഒരാളല്ല ഞാൻ. പശുവിനെയോ കാളയോ പോത്തിനോ ഒന്നും. എനിക്ക് ചിക്കനും ആട്ടിറച്ചിയും മീനുമാണ് ഇഷ്ടം കൂടുതലും. അപ്പം ഞാൻ ചാണകം കഴിക്കാറില്ല, ആ ചാണകം വരുന്ന മൃഗത്തിൻ്റെ ഒന്നും കഴിക്കാറില്ല കൂടുതലും. അപ്പം ഞാൻ നോക്കിയിട്ട് ഈ ചാണകം വിടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണെന്നോ ആ മൃഗങ്ങളെ എല്ലാം വെട്ടി കണ്ടിച്ച് അതിൻ്റെ ചാണകം സ്റ്റോർ ചെയ്യുന്ന അവയവങ്ങളും ചാണകം വരുന്ന അവയവങ്ങളും അതിൻ്റെ കുണ്ടിയും അതിൻ്റെ എന്തെല്ലാം അതിൻ്റെ കുണ്ടിയും പിന്നെ എന്തുവാ ആ ബാക്കി നമ്മൾ ഡാഷ് ആ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടെ അതിൻ്റെ തോലൊഴികെ ബാക്കി എല്ലാം തിന്നുന്ന കക്ഷികളാണ് ഇവരൊക്കെ. ബോട്ടി എന്ന പേരിൽ ചാണകം സ്റ്റോർ ചെയ്യുന്ന ആ ഭാഗങ്ങളെല്ലാം അതിൻ്റെ വയറ്റിനകത്ത്, സാധാരണ ഞാൻ നോക്കിയിട്ട് ഹിന്ദുക്കളൊക്കെ മാംസം മേടിക്കുമ്പോൾ അതിൻ്റെ മാംസം എല്ലും മാത്രമേ മേടിക്കാറുള്ളൂ. അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ, ഈ ബോട്ടി എന്ന പേരിൽ എടുക്കുന്ന സാധനങ്ങളും ഹിന്ദുക്കൾ അങ്ങനെ മേടിക്കാറില്ല. അത് മേടിക്കാൻ പ്രത്യേക ആളുകളുണ്ട്, നല്ലതായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ ചാണകം തിന്നുന്നത്? നമ്മളാണോ ഈ പറയുന്ന ആളുകളാണോ? ചാണകം സ്റ്റോർ ചെയ്ത് വെക്കുന്ന എല്ലാ അവയവങ്ങളും വെട്ടിക്കണ്ടിച്ച് ഫ്രൈ ചെയ്തും കറി ചെയ്തും മസാല ചെയ്തും കഴിക്കുന്ന ആളുകളാണ്. അവർ നന്നായിട്ട് കഴിച്ചിട്ട് ഇത് ഉപയോഗിക്കാത്ത ആളുകളെയാണ് പറയുന്നത് ചാണകം തിന്നുന്നവർ, ചാണകം വായിക്കൊണ്ട് തൂറല്ലെന്നൊക്കെ. ഞങ്ങളൊക്കെ കൂതിക്കൂടാ തൂറുന്നത്, കൂതിക്കൂടെ എന്തുവാ കൊതത്തിക്കൂടാ തൂറുന്നത്. ഒറ്റ മലയാളത്തിൽ തന്നെ പറയുവാണ്, ഞങ്ങൾ വായിക്കൂടെ ഒന്നും തൂറായില്ല. നിങ്ങളൊക്കെ അപ്പം ഞാനിപ്പോൾ അറിഞ്ഞത് പുതിയ അറിവാണ്, നിങ്ങളൊക്കെ വായിക്കൂടെ തിന്നിട്ട് വായിക്കൂടെ തന്നെയാണ് തൂറുന്നതെന്നും. പക്ഷേ ഞങ്ങളൊക്കെ വായിക്കൂടെ ആഹാരം കഴിച്ചിട്ട് കൂതിക്കൂടാണ് തൂറുന്നത്, കോത്തിക്കൂടാണ് തൂറുന്നത്, പച്ചക്ക് തന്നെ പറയുവാണ്. അപ്പം ഇങ്ങനൊരു പുതിയ അറിവ് എനിക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാണ്. കുറേ ആളുകൾ, പ്രത്യേകതരം ആളുകൾ വായിക്കൂടെ തിന്നിട്ട് വായിക്കൂടെ തന്നെയാണ് തൂറുന്നത്, കോത്തിക്കൂടല്ല തൂറുന്നത്. നമ്മൾ പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡിന് നിരക്കത്തില്ല, എന്നാലും അങ്ങ് പറയും, വേറെ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇങ്ങനെയുള്ളത് ഏറ്റവും കൂടുതൽ തിന്നുന്നത് അവരാണ്. ഒരു മൃഗത്തിനെ കിട്ടിയാൽ അതിൻ്റെ നഖവും മുടിയും ഒഴിച്ച് ബാക്കി എല്ലാം കഴിക്കുന്ന ആളുകളാണ് ഈ മറ്റുള്ള ആളുകളെ ഈ പറയുന്നത്. ചാണകം തിന്നുന്നതും വായിക്കൂടെ തൂർന്നു നോക്കി. ഇതിനൊക്കെ എന്ത് സമാധാനമാണ് നമ്മൾ പറയുന്നത്? നമ്മുടെ എത്ര നികൃഷ്ടമായ കമൻറ്റുകളാണ് നമ്മളുടെയൊക്കെ ഒരു വീഡിയോയുടെ അടിയിൽ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഇവരുടെയൊക്കെ എത്ര സംസ്കാരമാണ്, ഇവരുടെയൊക്കെ എത്ര ബോധമാണ്, ഇവർക്കൊക്കെ എന്തുവാണ് വിവരവും വിദ്യാഭ്യാസവും ഉള്ളത് എന്നെല്ലാം നമുക്ക് കുറേ ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേക പാർട്ടിക്കാരുമുണ്ട്, പ്രത്യേക മതക്കാരുമുണ്ട് ഇതിനകത്ത് ഇങ്ങനെ കമൻ്റ് ഇടുന്നവർ. അപ്പോൾ യഥാർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന ആരെ നിങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഉപയോഗിക്കുന്ന ആര്, എന്നിട്ട് ഇതൊന്നും ഉപയോഗിക്കാത്ത, അതിൻ്റെ അടുത്ത് പോലും പോകാത്ത ആളുകളെയാണ് കുറ്റം പറയുന്നത്. നല്ല കാര്യം.
ഇത്രയൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ്. ഞാനിവിടെയൊക്കെ കാണുന്നുണ്ട് മൃഗങ്ങളുടെ സകല കാര്യങ്ങളും കഴിക്കുന്ന ആളുകളാണ് അവരതിൻ്റെ ബോട്ടി എന്ന പേരിൽ നമ്മളാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ അതിനെയൊക്കെ? ഞാനൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ പശുവിൻ്റെ ഒക്കെ ബോട്ടി എന്ന മൃഗങ്ങളുടെ ബോട്ടിയുണ്ട്, അതൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകം കേരളത്തിലെ പ്രത്യേക രാജ്യത്ത് മനസ്സിലാക്കിക്കൊള്ളുക. അവരൊക്കെയാണ് എന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്നത്. വളരെ നല്ല കമൻ്റാണ്, സംസ്കാരം കൂടിയ കമൻ്റാണ്. സംസ്കാര സമ്പന്നരായ കേരളക്കാർ, വിദ്യാഭ്യാസം വിവേകവും വിവരമുള്ള കേരളക്കാർ, പക്ഷേ ബോധം വെക്കണമില്ല.